കണ്ണൂർ നഗരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മിന്നൽ പരിശോധന. നിയമലംഘനം കണ്ടെത്തുന്നതിനായാണ് പരിശോധന നടന്നത്. നിയമം പാലിക്കുന്നവർക്ക് സമ്മാനം നൽകിയാണ് ഉദ്യോഗസ്ഥർ യാത്രയാക്കിയത്. RTO ES ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായുള്ള പരിശോധന. കണ്ണൂർ താണയിൽ RTO ES ഉണ്ണികൃഷ്ണൻ അടക്കം മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഒന്നടങ്കം കണ്ടപ്പോൾ വാഹനങ്ങളിൽ എത്തിയവരെല്ലാം ഒന്ന് ഞെട്ടി. ഇരുചക്ര വാഹനങ്ങളെ തിരഞ്ഞുപിടിച്ച് ഉദ്യോഗസ്ഥർ കൈനീട്ടി. രേഖകളെല്ലാം പരിശോധിച്ചു. നിയമം ലംഘിച്ചവർക്ക് പിഴ, പാലിച്ചവർക്ക് സമ്മാനപ്പൊതിയും. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായാണ് വ്യാപക പരിശോധനയെന്ന് RTO ES ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. 90% പേരും നിയമം പാലിക്കുന്നുണ്ട്. അവർക്കാണ് സമ്മാനപ്പൊതി നൽകിയത്. നിയമം പാലിക്കാത്തവർക്ക് പിഴയും. റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് ഈ ഇന്ത്യ ഒട്ടാകെ റോഡ് സുരക്ഷാ മാസാചരണം നടന്നു വരികയാണ്. അപ്പം ജനുവരി 1 മുതൽ 31 തീയതി വരെ ഈ മാസമാണ് അത് നടക്കുന്നത്. ഓൾ ഓവർ കേരള എല്ലാ ഓഫീസിൻ്റെ കീഴിലും ഈ ഒരു റോഡ് സുരക്ഷാ വാരം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തതെന്താണെന്ന് വെച്ചാൽ റോഡ് ചെക്കിംഗ് നടത്തുക. ആ റോഡ് ചെക്കിങ്ങിൽ നമുക്ക് നിയമങ്ങളൊക്കെ പാലിച്ച് വരുന്ന ആളുകൾക്ക് സാധാരണ ചെക്ക് ചെയ്തിട്ട് വെറുതെ വിടാറാണ് പതിവ്. കറണ്ട് റെക്കോർഡ്സോ എന്തെങ്കിലും നിയമവിരുദ്ധത കണ്ടാൽ മാത്രമേ നമ്മൾ ഫൈൻ അടിപ്പിക്കുകയുള്ളൂ. അപ്പം നിയമം പാലിച്ച് വരുന്നവർക്ക് നമ്മളൊരു ചെറിയ പാരിതോഷികം കൊടുത്ത് അവരെ അത് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു ബൈക്ക് പരിശോധിച്ചപ്പോൾ 16 നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. AI ക്യാമറയിൽ ഇതിന്റെ ചിത്രങ്ങളടക്കം ബൈക്കിലുണ്ടായിരുന്ന യാത്രക്കാരനെ ഉദ്യോഗസ്ഥർ കാണിച്ചു. റോഡിൽ അനാവശ്യ ദേഷ്യം ഒഴിവാക്കണമെന്നും RTO ES ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മറ്റുള്ള വണ്ടിക്കാരെ ബഹുമാനിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. അതായത് ഞാൻ ആദ്യം എന്നുള്ള അതിന് പകരം താക്കൾ ആദ്യം എന്നുള്ള ഒരു ഇത് കൊണ്ടുവരിക. ദേഷ്യം വന്നാൽ കഴിയുന്നതും വണ്ടി ഓടിക്കാതിരിക്കുക. അപ്പം ഒരാളുമായിട്ട് പെട്ടെന്നൊരു ഇഷ്യൂ റോഡിലുണ്ടായിക്കഴിഞ്ഞാൽ കഴിയുന്നതും വേഗം ഒരു 50 മീറ്ററിനുള്ളിൽ ലെഫ്റ്റ് സൈഡിൽ നിർത്തി അത് ദേഷ്യം നമ്മളെ മനസ്സിൽ നിന്ന് പോയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം യാത്ര തുടരുക. ഇല്ലെങ്കിൽ അത് അപകടത്തിലേക്ക് കലാശിക്കാൻ സാധ്യതയുണ്ട്. കർശന പരിശോധനകൾ തുടരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ജോയിന്റ് RTO K വിനോദ് കുമാർ, MVI NR റീജിൻ, AMVIമാരായ ജിജോ വിജയ്, അരുൺ കുമാർ MK, P ജിജേഷ്, അരുൺ രാജ്, പ്രശാന്ത്, രഞ്ജിത്ത് മോൻ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.